നീറ്റ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയത്തിൽ 15 മിനിറ്റ് കൂട്ടിയിട്ടുണ്ട്. ജൂൺ 21 പുനഃപരീക്ഷ നടക്കാനിരിക്കുകയാണ് തീരുമാനം. ഇതോടൊപ്പം തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കി സൂക്ഷിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായാൽ കർശന നടപടിയെന്നാണ് മുന്നറിയിപ്പ്. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG മെഡിക്കൽ പരീക്ഷ ഈ മാസം 21 വീണ്ടും നടക്കാനിരിക്കെയാണ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ NTA മാറ്റം കൊണ്ടുവന്നത്. പരീക്ഷാ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ചതും ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 2-ൽ നിന്നും 4 ഉയർത്തിയതുമാണ് പ്രധാന മാറ്റങ്ങൾ. പുതിയ ക്രമീകരണം അനുസരിച്ച് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ നടക്കും. ഇതോടെ പരീക്ഷയുടെ ആകെ ദൈർഘ്യം 195 മിനിറ്റായി ഉയരും. അറ്റൻഡൻസ്, മാർക്കിംഗ്, ഇൻവിജിലേഷൻ നടപടികൾ എന്നിവയ്ക്കായി അധിക സമയം ലഭിക്കുമെന്നതാണ് NTAയുടെ വിശദീകരണം. കണക്കുകൂട്ടലുകൾക്കും ഡയഗ്രങ്ങൾ വരയ്ക്കുന്നതിനുമായി ഇനി മുതൽ 4 റഫ് പേജുകൾ ലഭ്യമാക്കും. ഇടത് കൈ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയും പരിഗണിച്ച് ബുക്ക്ലെറ്റിന്റെ ഇരുവശങ്ങളുമായി റഫ് പേജുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും NTA അറിയിച്ചു. പരീക്ഷയുടെ ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ചോദ്യപേപ്പർ എത്തിക്കുന്നതിന് വ്യോമസേനയുടെ സഹായവും വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.